എല്ലാവർക്കും നമസ്കാരം. കവിതയും രാഷ്ട്രീയവും എന്നാണ് ഈ ഒരു സെഷൻ്റെ പേര്. ഈ സെഷനിൽ പങ്കെടുക്കുന്നത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദനാണ്. സച്ചിമാഷിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, പ്രത്യേകിച്ച് ഇങ്ങനെയൊരു സാഹിത്യ ഉത്സവം നടക്കുന്ന വേദി. ലോക സാഹിത്യത്തിന് മുന്നിൽ മലയാളം ഉയർത്തിപ്പിടിച്ച ഒരു അഭിമാന സ്തംഭമാണ് ശ്രീ സച്ചിദാനന്ദൻ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും. കവിത എഴുതി തുടങ്ങിയ കാലം മുതൽ അതിനുശേഷമുള്ള പല പ്രസ്ഥാനങ്ങളിലൂടെ പല കാലത്തെ ഭാവുകത്വ പരിണാമത്തിലൂടെ സഞ്ചരിച്ച് ഏറ്റവും പുതിയ കവിതയിൽ യൗവന തീക്ഷ്ണമായ മുഖമായി നിൽക്കുന്നൊരു കവി കൂടിയാണ് സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. മർദ്ദിതരുടെയും നിന്ദിതരുടെയും ഒപ്പം നിലയുറപ്പിച്ച കവി. കാൽപ്പനിക കാവ്യഭാഷയുടെ സൗന്ദര്യവൽക്കരണങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് പുതിയൊരു കാവ്യഭാഷ രൂപപ്പെടുത്തിയ കവി. അതത് കാലത്തെ രാഷ്ട്രീയ വിക്ഷുബ്ധതകളിലേക്ക് സ്വയം എടുത്തെറിയപ്പെട്ട കവി. അങ്ങനെ നമുക്ക് എത്ര കണ്ട് വിശേഷണം നൽകിയാലും അവസാനിക്കാത്തത്ര തരത്തിൽ ഒരുപക്ഷെ ആധുനികതയിൽ നിന്ന് തുടങ്ങി പരിസ്ഥിതിവാദം മുഖ്യധാരയിൽ ശക്തി കൊണ്ട കാലത്ത് അതിനൊരു പക്ഷേ കാവ്യാത്മകമായ പിൻബലം നൽകി. പിന്നീട് ദലിത് രാഷ്ട്രീയമൊക്കെ ശക്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ അത്തരം മനുഷ്യരുടെ വിഷയങ്ങളെ കവിതയ്ക്ക് പ്രമേയമാക്കി മാറ്റിയ, അങ്ങനെ ഏത് തരത്തിൽ നോക്കിയാലും വിശേഷണങ്ങൾ അവസാനിക്കാത്തൊരു കവിയാണ് സച്ചിദാനന്ദൻ എന്ന് പറയുന്നത്. മാഷിൻ്റെ കവിതയെപ്പറ്റി, കവിത എന്ന രൂപകം എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ രൂപകമായി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നതിനെപ്പറ്റി, മാഷിൻ്റെ ലോക കവിതയിലൂടെയുള്ള മാഷിൻ്റെ നിരന്തരമായ പ്രയാണങ്ങളെപ്പറ്റി, ഒരുപാട് കാലം ഡൽഹിയിൽ ജീവിച്ചിരുന്ന ആ ഒരു അനുഭവത്തെപ്പറ്റി ഒക്കെ തന്നെ മാഷ് ഇവിടെ സംസാരിക്കും. ഇതിൽ ഞാനെന്ന് പറയുന്ന വ്യക്തി തീർത്തും അപ്രസക്തനാണ്. മാഷ് സംസാരിച്ച് അവസാനിപ്പിക്കുന്നതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചോദ്യം ചോദിക്കാം എന്നതിനപ്പുറം എനിക്ക് അങ്ങനെയൊന്നുമില്ല, ചോദ്യം ചോദിക്കാനായിട്ടൊന്നുമില്ല. കുറച്ച് പ്രിപ്പയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണ സമയവും മാഷിനാണ് നൽകുന്നത്. പ്രിയപ്പെട്ട സച്ചി മാഷിനെ ഏറെ സ്നേഹത്തോടു കൂടി സംസാരിക്കാനും മാഷിൻ്റെ കവിതകൾ വായിക്കാനും ഒക്കെ ആയിട്ട് മാഷിനെ ക്ഷണിക്കുകയാണ്. ഒന്നാമതായി ഇത്തരത്തിലൊരു യുവജനോത്സവത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനെ വളരെ അർത്ഥവത്തായ രീതിയിൽ പ്രായോഗികമാക്കുകയും ചെയ്ത യുവധാരയെയും DYFIയെയും ഞാൻ അഭിനന്ദിച്ചു കൊള്ളട്ടെ. ശ്രീ അനിൽകുമാർ വളരെ കാലമായി പരിചയമുള്ള, വളരെ കാലമെന്ന് പറയാൻ കഴിയില്ല, ഒരുപക്ഷെ എന്നെപ്പോലെ ഒരാൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോഴെങ്കിൽ പോലും എഴുതി തുടങ്ങുന്ന കാലം മുതൽ എന്നെപ്പോലുള്ള ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കവിയാണ്. കവിതയിലേക്കൊരു പുതിയ ഭാഷ, ഒരു പുതിയ അനുഭവ ലോകം, കവിതയിൽ ആവിഷ്കരിക്കപ്പെടാത്തൊരു വംശത്തിൻ്റെ ജീവിതം, ഇതെല്ലാം കൊണ്ടുവന്നൊരു കവിയാണ്. അതുകൊണ്ട് വളരെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കവിയാണ് അനിൽകുമാർ. അതുകൊണ്ട് അനിൽകുമാറുമായിട്ടുള്ളൊരു സംഭാഷണം പ്രത്യേകിച്ചും സന്തോഷകരമാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഞാൻ ഒന്ന് രണ്ട് ഒരുപക്ഷെ കവിതകൾ വായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില ചോദ്യങ്ങളോട് പ്രതികരിക്കാം എന്ന് വിചാരിക്കുന്നു. കവിതയിലെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എന്നൊരു ചോദ്യം വളരെ സ്വാഭാവികമാണ്. കാരണം പലപ്പോഴും കവിത സംസാരിക്കുന്നത് നേരിട്ട് മുദ്രാവാക്യങ്ങളിലൂടെ ആയിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ രാഷ്ട്രീയം എപ്പോഴും പ്രത്യക്ഷമാകണമെന്നില്ല. അത് വർഗരാഷ്ട്രീയത്തിൽ മാത്രം ഒതുങ്ങിക്കൂടണം എന്നുമില്ല. അതിൽ പുരുഷാധീശത്വത്തിൻ്റെ പ്രത്യയശാസ്ത്രം അതിൽ കടന്നു വരാം, പ്രകൃതിയുടെ രാഷ്ട്രീയം അതിൽ കടന്നു വരാം, പല രീതികളിലുള്ള വിവേചനങ്ങളുടെയും വ്യവച്ഛേദങ്ങളുടെയും ഒക്കെ രാഷ്ട്രീയം ആ കവിതയ്ക്ക് പ്രമേയങ്ങളായി തീരാം. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ കവിതയിലെ രാഷ്ട്രീയത്തെ കാണുന്നത്. അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയ കവിയാണോ എന്ന് നേരിട്ട് എന്നോട് ചോദിച്ചാൽ എന്തുത്തരം പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ പ്രണയ കവിതകൾ എഴുതിയിട്ടുണ്ട്, ഞാൻ മറ്റ് സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, വൃക്ഷത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും കാടിനെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്, കർഷകരുടെ പ്രക്ഷോഭങ്ങളെക്കുറിച്ചും സ്ത്രീകളുടെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ചും എല്ലാം കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ജീവിതത്തോട് സജീവമായി പ്രതികരിക്കുന്ന ഒരു രീതിയാണ് രാഷ്ട്രീയമെങ്കിൽ നിശ്ചയമായും കവിതയ്ക്ക് അതിൻ്റെ ഒരു രാഷ്ട്രീയം ഉണ്ടായേ തീരൂ. അതിനെ ഏതെങ്കിലും ഒരു ചെറിയ കള്ളിയിൽ ഒതുക്കാൻ കഴിയില്ലെങ്കിൽ പോലും കവിതയിൽ ആത്യന്തികമായി ആ തരത്തിലൊരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.
ഞാനൊന്ന് ഒരു സമീപകാല കവിത, ഏതാണ്ട് പ്രത്യക്ഷ രാഷ്ട്രീയം തന്നെയുള്ള ഒരു കവിത വായിച്ചുകൊണ്ട് സംഭാഷണത്തിലേക്ക് പ്രവേശിക്കാം. ഈ കവിതയുടെ പേര് മുട്ടാളന്മാർ എന്നാണ്. ഇത് CP കവഫി എന്ന ഗ്രീക്ക് കവിയുടെ ഒരു പ്രശസ്തമായ കവിതയുണ്ട്, വെയിറ്റിംഗ് ഫോർ ദ ബാർബേറിയൻസ് എന്നുള്ള പേരിൽ. നിങ്ങൾക്കറിയാം, ആ പേരിൽ തന്നെ JM കൂറ്റ്സെയുടെ, സൗത്ത് ആഫ്രിക്കൻ നോവലിസ്റ്റായ JM കൂറ്റ്സെയുടെ ഒരു നോവലും ഉണ്ട്. ഇതിന് പിറകിൽ ആ രണ്ട് സർഗാത്മക കൃതികളുടെയും പ്രചോദനം ഉണ്ട്. അതിനെ നമ്മുടെ ഇന്ത്യൻ സന്ദർഭത്തിൽ ഒരു തരത്തിൽ കാണാൻ ശ്രമിക്കുകയാണ് ഇതിൽ ഞാൻ ചെയ്യുന്നത്. അതിൽ എത്ര കവിതയുണ്ട്, എത്ര രാഷ്ട്രീയമുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഏതാണ്ട് പ്രത്യക്ഷമായി തന്നെ രാഷ്ട്രീയം പറയുന്നൊരു കവിതയാണ് അത് ഒരു തരത്തിലൊരു വലിയ ആത്മവിമർശനം കൂടി അത് ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് തോന്നുന്നു. അതിൻ്റെ അവസാനത്തിൽ അവർ വരുമെന്ന് നമുക്കറിയാമായിരുന്നു. അവർക്ക് എതിർനിൽക്കുമായിരുന്നവരുടെ വിഗ്രഹങ്ങൾ നാം ഒന്നൊന്നായി എറിഞ്ഞുടച്ചു. അവരെ എതിരേൽക്കാൻ കുഞ്ഞുങ്ങളുടെ രക്തം നിറച്ച പാനപാത്രങ്ങളുമായി നാം തലസ്ഥാനത്ത് കാത്തുനിന്നു. ഉടുപ്പുകൾ ഊരി മരവുരികൾ അണിഞ്ഞു. ചരിത്ര സ്മാരകങ്ങൾക്ക് തീ കൊളുത്തി. യാഗങ്ങൾക്ക് അഗ്നിയൊരുക്കി. രാജവീഥികളുടെ പേരുകൾ മാറ്റി. നമ്മുടെ ഗ്രന്ഥപ്പുരകൾ അവരെ അരിശം പിടിപ്പിച്ചാലോ എന്ന് ഭയന്ന് അവ ഇടിച്ചു നിരത്തി ദുർമന്ത്രവാദം നടത്താനുള്ള താളിയോലകൾ മാത്രം സംരക്ഷിച്ചു. പക്ഷെ അവർ വന്നത് നാം അറിഞ്ഞതുപോലുമില്ല. നമ്മുടെ തന്നെ വിഗ്രഹങ്ങൾ ഉയർത്തിപ്പിടിച്ച്, നമ്മുടെ പതാകയെ വന്ദിച്ച്, നമ്മുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ്, നമ്മുടെ നിയമപുസ്തകം കയ്യിലേന്തി, നമ്മുടെ തന്നെ മന്ത്രങ്ങൾ ഉരുക്കഴിച്ച്, നമ്മുടെ ഭാഷ സംസാരിച്ച്, രാജസഭയുടെ കൽപ്പടവുകൾ തൊട്ടു വന്ദിച്ചാണ് അവർ കയറി വന്നത്. ഒടുവിൽ അവർ കിണറുകളിൽ വിഷം കലക്കാനും കുഞ്ഞുങ്ങളുടെ ഭക്ഷണം തട്ടിപ്പറിക്കാനും ചിന്തകളുടെ പേരിൽ മനുഷ്യരെ എയ്തു വീഴ്ത്താനും തുടങ്ങിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവർ നമുക്കിടയിൽ, നമുക്കുള്ളിൽ തന്നെയായിരുന്നു എന്ന്. ഇപ്പോൾ നാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി സംശയത്തോടെ ചോദിക്കുന്നു, നീയാണോ മുട്ടാളൻ? മറുപടിക്ക് പകരം നമ്മുടെ ഭാവിയിൽ മുഴുക്ക പുക പടർത്തി തീ ആളിപ്പിടിക്കുന്നത് മാത്രം നാം കാണുന്നു. നമ്മുടെ ഭാഷ മരണത്തിൻ്റെതായി മാറുന്നതും. നഗരചത്വരത്തിൽ ഇപ്പോൾ നാം രക്ഷകരെയും കാത്തു നിൽക്കുന്നു. അവരും മറ്റാരോ ആണ് എന്ന പോലെ. നഗരചത്വരത്തിൽ ഇപ്പോൾ നാം രക്ഷകരെയും കാത്തു നിൽക്കുന്നു. അവരും മറ്റാരോ ആണ് എന്ന പോലെ. മാഷിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒന്ന്, ഇപ്പം മാഷ് 75 വയസ്സ് കഴിഞ്ഞിങ്ങനെ നിൽക്കുവാണ്. എഴുതി തുടങ്ങിയ കാലം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കവിതയിലെ പല പ്രസ്ഥാനങ്ങളുടെ കൂടെ സഞ്ചരിച്ച കവിയാണ്. പ്രത്യേകിച്ച് ആധുനികതയുടെ രണ്ടാം ഘട്ടം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഇടതുപക്ഷ ധാര, 90കളുടെ കവിത, നമ്മൾ ഉത്തരാധുനികത എന്ന് പറയുന്ന 2008 വരുമ്പോൾ ഒരു ബ്ലോഗ് കാലത്തെ കവിത, ഏറ്റവും പുതിയ കവിത, ഇങ്ങനെ പല കാലത്തെ കവിതയിലൂടെ സഞ്ചരിച്ചു എന്ന് മാഷിങ്ങനെ നിൽക്കുകയാണ്. ആ ഭാവുകത്വത്തിനനുസരിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. മാഷിന് ഇപ്പോൾ സത്യത്തിൽ ഈ കവിത എങ്ങനെയാണ് നിർവചിക്കാൻ തോന്നുന്നത്? എങ്ങനെയാണ് കവിതയെ നിർവചിക്കുക? അനായാസമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ വളരെ മുമ്പ് മുതൽ ആദ്യകാലത്തെ ചിന്തകരുടെ, അത് ആനന്ദവർദ്ധനോ രാജശേഖരനോ പ്ലേറ്റോ ആരുമാകട്ടെ, അവരെല്ലാവരും നിർവചിക്കാൻ ശ്രമിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ഒരു സവിശേഷ സർഗമണ്ഡലമാണ്, ഭാഷാ സൃഷ്ടിയാണ് കവിത. അപ്പോൾ പലപ്പോഴും അത്തരമൊരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാറുള്ളത് നിഷേധ രൂപത്തിലാണ്. എന്തല്ല കവിത എന്ന്. ഒരു കവിത വായിച്ചാൽ ഉടൻ നമുക്ക് മനസ്സിലാകുന്ന ആദ്യത്തെ കാര്യം, ഇത് ഒരു കഥയല്ല, ഇതൊരു ലേഖനമല്ല, ഇതൊരു പ്രഭാഷണമല്ല, ഇതൊരു നാടകമല്ല, ഇതൊരു നോവലല്ല എന്നാണ്. അതേസമയം ഇതിൻ്റെ എല്ലാം അംശങ്ങൾ കവിതയിലുണ്ട് എന്നും ഞാൻ കരുതുന്നു. കവിതയിലൂടെ നമുക്ക് കഥ പറയാം. നമ്മുടെ
ഞാൻ പോലും ചെയ്തിട്ടുണ്ടത്. പക്ഷെ പഴയ ആളുകൾ വളരെ ഭംഗിയായി അത് ഒരുപാട് കഥകൾ കവിതകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് ഭൂതപ്പാട്ടായാലും നങ്ങേമക്കുട്ടിയായാലും നമ്മുടെ പഴയ കവികളെ നോക്കുക. വൈലോപ്പിള്ളിയുടെയോ എടശ്ശേരിയുടെയോ ഒളപ്പമണ്ണയുടെയോ ഒക്കെ കവിതകളിൽ ആ തരത്തിലുള്ള കഥ പറച്ചിലുകൾ, ആഖ്യാനാത്മകമായ കവിതകൾ ധാരാളമായി കാണാം. ഞാൻ പോലും പശുവും പുലിയും മുതലായിട്ടുള്ള കഥ പറയുന്ന കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കഥ കവിതയിലൂടെ പറയുക സാധ്യമാണ്. അതിൽ കഥയുടെ ഒരു അംശമുണ്ട്, നാടകത്തിൻ്റെ അംശമുണ്ട്, നാടകീയത, അപ്രതീക്ഷിതമായ ഒരു വരി അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിലുള്ള സംഭാഷണങ്ങൾ കവിതയായി മാറുന്ന ധാരാളം സന്ദർഭങ്ങൾ നമ്മുടെ പഴയ കവിതയിലും പുതിയ കവിതയിലുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ കഥയുടെയും നാടകത്തിൻ്റെയും ഒക്കെ അംശങ്ങളുണ്ട്. പക്ഷെ ഞാനത് അല്പം കൂടി കടത്തി പറയുകയാണെങ്കിൽ എല്ലാ കലകളുടെയും ഒരു സംയുക്തം, ഒരു കലർപ്പ് കവിത എന്ന കലയിലുണ്ട് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രമേയ തലത്തിൽ മാത്രമല്ല. പ്രമേയ തലത്തിൽ ഞാൻ ചിത്രങ്ങളെപ്പറ്റി കവിത എഴുതിയിട്ടുണ്ട്, സ്പോർട്സിനെ പറ്റി കവിത എഴുതിയിട്ടുണ്ട്, സംഗീതത്തെ പറ്റി കവിത എഴുതിയിട്ടുണ്ട്, ചിത്രകലയെപ്പറ്റി പല ശില്പങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. ആ തരത്തിൽ പ്രമേയ തലത്തിൽ മാത്രമല്ല, കവിതയെ തന്നെ ഒരു ശില്പമായി കാണാം. ഉദാഹരണത്തിന് കവിതയിൽ നിറയെ ചിത്രങ്ങളുണ്ട്. നാം അത് വരയ്ക്കുന്നില്ല, പക്ഷെ വാക്കുകളിലൂടെ നാം വരയ്ക്കുക. കവിതയിൽ ചിത്രമുണ്ട്, കവിതയിൽ സംഗീതമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് വൃത്തത്തിൽ എഴുതപ്പെട്ട കവിതകളിൽ മാത്രമല്ല, ഗദ്യത്തിൽ എഴുതപ്പെട്ട രചനകളിൽ പോലും ഒരു പക്ഷേ നല്ലൊരു വായനക്കാരന് പുറത്ത് കൊണ്ടുവരാവുന്ന ഒരു സംഗീതാത്മകത അതിലുണ്ട്. അപ്പം ഇങ്ങനെ പല കലകളും ചേർന്ന അവയുടെ ഒരു സവിശേഷമായ സർഗാത്മക സംയുക്തമാണ് കവിത എന്നൊരു പക്ഷേ നമുക്ക് നിർവചിക്കാൻ കഴിഞ്ഞേക്കും. അതിനൊരു നിർവചനം അനിവാര്യമാണെങ്കിൽ. ഞാൻ പറഞ്ഞത് അതാണ് പ്രധാനമായിട്ടും. എന്തല്ല അതൊരു ഇന്ത്യൻ പാരമ്പര്യമാണ്. നേതിഹി, ഇതല്ല എന്ന് പറയുന്ന പാരം, ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു പക്ഷേ നമുക്ക് കവിതയെയും കൂടുതലായിട്ട് നിർവചിക്കാൻ കഴിയുക. അതിൻ്റെ കൂടെ എന്തോ കൂടി ചോദിച്ചു. പല കാലങ്ങളിലെ കവിതകൾ. എനിക്ക് 77 വയസ്സാകാൻ പോവുകയാണ് ഉടൻ, ഒരു 10-12 ദിവസത്തിനുള്ളിൽ. അപ്പോൾ ഇത്രയും കാലം ജീവിച്ച ഒരു 55 വർഷമായിട്ടുണ്ടാവും ഞാൻ കവിത എഴുതാൻ ആരംഭിച്ചിട്ട്. അപ്പോൾ അത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പ്രസ്ഥാനങ്ങളിൽ കവിതാ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. കവിതാ പ്രസ്ഥാനങ്ങളിലുള്ള വിശ്വാസം കുറഞ്ഞ് വരികയാണ്. ശരിയാണ്, ഓരോ കാലത്തും നാം ഓരോ പേരിട്ട് കവിതയെ വിളിക്കാറുണ്ട്. നാം കുറേ ആളുകളെ നമ്മളിങ്ങനെ വകതിരിഞ്ഞ് വെച്ചു. അത് നമുക്ക് സൗകര്യമാണ്. നമുക്കെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് പ്രൊഫസർമാർക്കും അധ്യാപകർക്കും വളരെ സൗകര്യമാണ്. അപ്പോൾ കവിത്രയം, ആശാനും വള്ളത്തോളും ഉള്ളൂരും, ഈ 3 പേരും തമ്മിൽ പൊതുവായിട്ട് എന്താണുള്ളതെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഉത്തരമില്ല. വളരെ വ്യത്യസ്തരായ 3 കവികളായിട്ടാണ് അവരെ കാണാറ്. പക്ഷെ അവർ നമ്മൾ കവിത്രയം എന്ന് പറയും. അല്ലെങ്കിൽ അവരെയും ചങ്ങമ്പുഴയെ മുതലായ കവിതകളെയും കൂടി ഉൾപ്പെടുത്തി അവരൊക്കെ കാൽപ്പനിക കവികളാണ്, റൊമാൻറ്റിക് കവികളാണ് എന്ന് പറയും. അതിനുശേഷം വന്ന കുറേ ആളുകളെ നമ്മൾ, അപ്പോൾ വൈലോപ്പിള്ളി എടശ്ശേരി ഒക്കെ എത്തിയപ്പോൾ കാൽപ്പനികം എന്നുള്ള വാക്ക് മുഴുവൻ പ്രയോഗിക്കാമോ എന്ന് സംശയമായി. നമ്മൾ ചിലരൊക്കെ അർത്ഥകാൽപ്പനികം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. നമ്മൾ സെമി ക്ലാസിക്കൽ എന്ന് ചില കലകളെ കുറിച്ചൊക്കെ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരാളാണ് ഞാൻ. ഈ ഫോക്കും ക്ലാസിക്കലും തമ്മിലൊന്നും കൃത്യമായൊരു വിഭജനമുണ്ടെന്ന് ഞാൻ ഒരു കാലത്തും വിശ്വസിച്ചിട്ടില്ല. അതിനെക്കുറിച്ച് വിശദമായി ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഫോക്കിൽ നിന്ന് തന്നെയാണ് അത് ചിട്ടപ്പെടുത്തിക്കൊണ്ടാണ് ക്ലാസിക്കൽ കലകളെല്ലാം ഉയർന്നു വന്നിട്ടുള്ളത്. ആ അർത്ഥത്തിൽ അതിനുശേഷം വന്ന അയ്യപ്പപ്പണിക്കർ മുതൽ ഇങ്ങോട്ടുള്ള കവികളെ നമ്മൾ ആധുനിക കവികൾ എന്ന് വിളിച്ചു. നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനും ഉൾപ്പെടും അതിലൊരർത്ഥത്തിൽ. കാരണം ആദ്യകാലത്ത് ആ ഒരു പുതിയ കവിത ഉയർന്നു വരുന്ന കാലത്ത് അതിനെ തിയറൈസ് ചെയ്യുക, അതിനെ സിദ്ധാന്തവൽക്കരിക്കുക, അതിൻ്റെ പുതിയ രീതികൾ മനസ്സിലാക്കാൻ ജനങ്ങളെ സഹായിക്കുക, അതിന് വായനക്കാരുടേതായൊരു പ്രപഞ്ചം ഉണ്ടാക്കുക, ഇതെല്ലാം അനിവാര്യമായിരുന്നൊരു കാലത്ത് ആധുനികതയെക്കുറിച്ച് ധാരാളമായി ലേഖനങ്ങൾ, എൻ്റെ ആദ്യ പുസ്തകം തന്നെ കവിതയുടേതല്ല, ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് കുരുക്ഷേത്രം എന്നുള്ള പേരിൽ നടത്തുകയുണ്ട്. ഒറ്റ കവിതകളുടെ പഠനങ്ങളും ഒക്കെ നടത്തുകയുണ്ടായിട്ടുണ്ട്. അതിനുശേഷം വന്ന കവിതയെ ചിലർ അത്യാധുനികത എന്ന് വിളിച്ചു, അതിനുശേഷം വന്നതിന് അത്യന്താധുനികത എന്ന് വിളിച്ചു. ഇങ്ങനെ വിളിച്ചു പോയാൽ നമുക്കൊരു പക്ഷേ പേരില്ലാതാവും. അത്യന്താധുനികത വരെ അത് എത്തിച്ചേർന്നു എന്ന് വരാം. അതുകൊണ്ട് ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്നോട് സംസാരിക്കുന്ന പല കവികളും വളരെ പഴയ കവികളാണ്. ഷേക്സ്പിയർ എന്നോട് ജീവിതകാലം മുഴുവൻ സംസാരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ട്. മാർക്സിനോട് സംസാരിച്ചതുപോലെ തന്നെ വളരെ അർത്ഥവത്തായി. ഞാൻ ഹാംലെറ്റ് വായിക്കുമ്പോൾ ഹാംലെറ്റിൻ്റെ സംശയത്തിൽ, ടു ബി ഓർ നോട്ട് ടു ബി എന്ന ആത്മഗതത്തിൽ ഞാൻ എന്നെ തന്നെ കാണുന്നുണ്ട്. അതുപോലെ മക്ബത്തിൽ അധികാരത്തെക്കുറിച്ചുള്ള അതിഗംഭീരവും അഗാധവുമായൊരു പഠനം കൂടിയായിട്ടാണ് മക്ബത്ത് പോലുള്ള ഒരു കൃതിയെ ഞാൻ കാണുക. കിങ് ലിയറിനെ കാണുക ബന്ധങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ഉൾക്കാഴ്ചകളുള്ള ഒരു കൃതിയായിട്ടാണ്. അപ്പോൾ ഷേക്സ്പിയർ എനിക്ക് ഇന്നത്തെ
എന്നത്തെ ജീവിതത്തിലേക്കും അഗാധമായ ഉൾക്കാഴ്ചകൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഒരു പക്ഷേ പല കവികളെക്കുറിച്ച് പറയാൻ കഴിയും. ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ, നിങ്ങൾക്കൊരു പക്ഷേ അറിയാവുന്നതുപോലെ, ഈ കോവിഡ് കാലത്ത് പലപ്പോഴും ഞാൻ വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് കബീറിനെയും ബുള്ളേ ഷായെയും ബസവണ്ണയെയും അക്കമഹാദേവിയെയും പോലുള്ള ഒരുപാട് കവികളെയായിരുന്നു. ഏതാണ്ട് 60ഓളം കവികളെ. അത് 5 പുസ്തകങ്ങളായിട്ട് 4 പുസ്തകങ്ങൾ ഇറങ്ങി, ഒരു പുസ്തകം കൂടി വരാനിരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഞാൻ അവരെ വിവർത്തനം ചെയ്തു? കാരണം കബീർ എന്നോട് ഇപ്പോഴും സംസാരിക്കുന്നു. കബീർ പറയുന്നു, എന്തിനാണ് നിങ്ങൾ മെക്കയിലേക്ക് നോക്കി നിസ്കരിക്കുന്നത്? നിങ്ങൾ തന്നെ പറയുന്നു ദൈവം എല്ലായിടത്തും ഉണ്ട് എന്ന്, പിന്നെ എന്തിനാണ് മെക്കയിലേക്ക് നോക്കി നിസ്കരിക്കുന്നത്? നിങ്ങൾ തന്നെ പറയുന്നു ദൈവം എല്ലായിടത്തും ഉണ്ടെന്നാണ്, പിന്നെ എന്താണ് നിങ്ങൾ കാശിയിലേക്ക് നോക്കി? കാശിക്ക് എന്താണ് പ്രത്യേകിച്ചൊരു പ്രാധാന്യമുള്ളത്? കാശിയിൽ തന്നെ ജീവിച്ചിരുന്ന കബീറാണ് ഈ പറയുന്നത്. കാശിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവും ശിഷ്യനുമെല്ലാം. റായിദാസിനെ പോലുള്ള ശിഷ്യന്മാരും അദ്ദേഹത്തിൻ്റെ കാശിയിൽ തന്നെ ഉള്ളവരായിരുന്നു. അപ്പം ഇങ്ങനെ അതുപോലെ ഇവരെക്കുറിച്ച് ഉള്ളൊരു കവിതകളുടെ ഒരു പരമ്പര എൻ്റേതായിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഈ കവികളെക്കുറിച്ച് ഞാൻ ആദ്യത്തെ കവിത എഴുതുന്നത് തന്നെ അയോധ്യയുടെ പശ്ചാത്തലത്തിൽ കബീറിനെ കുറിച്ചുള്ള ഒരു കവിതയാണ്. ആ പരമ്പരയിൽ കബീർ പറയുന്നു എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടാവും. അത് ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് കുറച്ച് മുമ്പ്, 2 വർഷം മുമ്പ് അത് മുന്നിൽ കണ്ട് എഴുതിയ ഒരു കവിതയായിരുന്നു. അതിനുശേഷം മീര പാടുന്നു എന്ന കവിത, ഇന്നത്തെ ഒരു മീരയെ, സ്വാതന്ത്ര്യം കാക്ഷിക്കുന്ന ഒരു മീരയെ അവതരിപ്പിച്ചുകൊണ്ട് മീര പാടുന്നു എന്നുള്ള കവിത. അതിനെ തുടർന്ന് ഒരുപാട് നാമദേവൻ ക്ഷേത്രങ്ങളെ തള്ളിപ്പറയുന്നു, അല്ലെങ്കിൽ ബസവ അക്കമൊഴിയുന്നു, ബസവണ്ണ കർഷകരോടൊത്ത് നൃത്തം ചെയ്യുന്നു. ഇങ്ങനെ ഭക്തി കവികളെക്കുറിച്ചുള്ള ഒരുപാട് 12 കവിതകളെങ്കിലും ഞാൻ എഴുതുകയുണ്ട്. പല കാലത്തായിട്ട് എഴുതിയതാണ്, ഏതാണ്ട് ഒരു 20 വർഷത്തിനിടയ്ക്ക് പലപ്പോഴായിട്ട് എഴുതിയതാണ്. പക്ഷേ അതിനർത്ഥം ഈ കവികളൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്. ബസവണ്ണ എന്നോട് സംസാരിക്കുന്നുണ്ട്, അക്കമഹാദേവി എന്നോട് സംസാരിക്കുന്നുണ്ട്. അവർ പറയുന്നു, നിങ്ങൾ മുടിയും മുലയുമാണ് മുമ്പിൽ കാണുന്നതെങ്കിൽ ആ ശരീരത്തെ നിങ്ങൾ സ്ത്രീ എന്ന് വിളിക്കുന്നു. അല്ല, ഒരു താടിയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ശരീരത്തെ പുരുഷൻ എന്ന് വിളിക്കുന്നു. പക്ഷേ ഈ പുരുഷനും ഈ സ്ത്രീയും തമ്മിൽ എന്ത് വ്യത്യാസമാണ്? അവരുടെ ജീവനിൽ, അവരുടെ അന്തരാത്മാവിൽ, അവരുടെ ആത്യന്തികമായ അവരുടെ വികാരങ്ങളിൽ, ചോദനകളിലുള്ളത്. അതുകൊണ്ട് ഈ വിശ്വാസം, ഈ ലിംഗ വ്യത്യാസം എത്ര അപ്രസക്തമാണ് എന്ന് അവർ പറയുന്നുണ്ട്. അതേപോലെയുള്ള ബസവയുടെയും മറ്റും വലിയ ഒരുപാട് വചനങ്ങളുണ്ട്. ജാതിയെ നിരാകരിക്കുന്ന, വർണ്ണത്തെ നിരാകരിക്കുന്ന, പല വിധത്തിൽ മനുഷ്യരുണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാത്തരം അസമത്വങ്ങളെയും ചോദ്യം ചെയ്യുന്ന കൃതികളാണ് ഈ തരത്തിലുള്ള ഒരുപാട് പേരുടെ കൃതികൾ. അപ്പോൾ അവരൊക്കെ എന്നോട് ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ 12ാം നൂറ്റാണ്ടിലും 11ാം നൂറ്റാണ്ടിലെ കാശ്മീർ കവിയത്രിയായ ലാൽദദ് മുതലുള്ള ആളുകൾ ഇപ്പോഴും എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ തിരുമൂലരോ പാമ്പാട്ടിച്ചിത്തരോ ഇന്നും എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, കബീറോ നാമദേവനോ ജ്ഞാനദേവനോ സംസാരിക്കുന്നുണ്ടെങ്കിൽ, അതിനർത്ഥം എന്നെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോഴും സന്നിഹിതരാണ്. അവരുടെ സന്ദേശം ഇന്നും നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അവർ ഇപ്പോഴത്തെ ഇന്ത്യയോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് എന്ന് തന്നെയാണ്. കാരണം അവർ എതിർത്തത് പൗരോഹിത്യത്തെയാണ്. ഇന്ന് ഹിന്ദുത്വ എന്ന തെറ്റായ പേരിൽ അറിയപ്പെടുന്ന ബ്രാഹ്മണ്യത്തെയാണ് അവരെതിർത്തത്. വർണ്ണജാതി വ്യവസ്ഥയെയാണ് അവരെതിർത്തത്. ലിംഗഭേദത്തിലൂടെ ഊന്നിക്കൊണ്ടുള്ള മനുഷ്യരുടെ പെരുമാറ്റത്തെയാണ്. പലതരത്തിലുള്ള അധികാര ശ്രേണികളെ, ഹൈറാർക്കികളെ മുഴുവൻ ചോദ്യം ചെയ്ത ആളുകളായിരുന്നു ഈ എഴുത്തുകാരെല്ലാം. അതുകൊണ്ട് അവർ എന്നും ഈ അസമത്വങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ആ കവികളെല്ലാം പ്രസക്തരായിരിക്കും. അവർ അപ്രസക്തരാകുന്ന ഒരു കാലം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഇന്നും അവരെല്ലാം നിശ്ചയമായും പ്രസക്തിയുള്ളവരാണ്. അവർ നമ്മുടെ കാലത്തെക്കുറിച്ച്, നമ്മുടെ കാലത്തിൻ്റെ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച്, നമ്മുടെ കാലത്തിൻ്റെ മനഃശാസ്ത്രത്തെക്കുറിച്ച്, നമ്മുടെ കാലത്തിൻ്റെ അസമത്വങ്ങളെക്കുറിച്ച് നമ്മോട് നിരന്തരം അർത്ഥവത്തായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഈ ലേബലുകൾ താൽക്കാലികമായി ഉപയോഗപ്രദമാകുമെങ്കിലും ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ ഇവയ്ക്കൊക്കെ അർത്ഥമില്ലാതാവുകയും എല്ലാ കാലത്തെയും ചില കവികൾ നമ്മോട് നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. വളരെ വർഷത്തെ കവിതാ ജീവിതവും നിരൂപണ ജീവിതവും എനിക്ക് നൽകിയ ഉൾക്കാഴ്ച ഇതാണ്, ലേബലുകളിലുള്ള ഈ അവിശ്വാസം. പക്ഷെ അത് മറ്റൊന്ന് ചോദിക്കാനുള്ളത്, ഇപ്പം മാഷ് ഇത്രയും രാഷ്ട്രീയ തീക്ഷ്ണതയോടുകൂടി എഴുതാനുള്ള ഊർജം എവിടെ നിന്ന് കിട്ടുന്നത്? ഇപ്പം ആദ്യകാലത്തെ ദേവീസ്തവം പോലെയുള്ള ഒരു കവിത എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. അതിനെപ്പറ്റി ആരും പറയാറില്ല. പ്രത്യേകിച്ച് ദേവി ഒരു മനുഷ്യ സ്ത്രീയാക്കി മാറ്റുന്നു, ഒരാണിനെ കൊടുക്കുന്നു, അവസാനം അതിൻ്റെ കുഞ്ഞായി ചോര കുടിച്ച്
മജ്ജ കുടിച്ച് അമിഞ്ഞ കുടിച്ചൊക്കെ ദേവിയെ കൊല്ലുമെന്നൊക്കെ പറയുന്ന അവിടം തുടങ്ങുകയാണ്. പിന്നീട് സത്യവാങ്മൂലം വരുന്നു, നാവുമരം പോലെയുള്ള കവിത വരുന്നു. ഇപ്പോഴത്തെ ഒരുപക്ഷെ ഭരണകൂടത്തിൻ്റെ അധികാര ഹിംസയെ പ്രത്യക്ഷത്തിൽ തന്നെ വിമർശിക്കുന്ന സാക്ഷ്യങ്ങൾ പോലെയുള്ള, പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപാനന്തരം എഴുതിയ കവിത എന്നാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ അവർ പോലെയുള്ള ഈ എം എഫ് ഹുസൈൻ്റെ ചിത്രങ്ങൾക്കെതിരാണ് അവർ പോലെയുള്ള കവിതകൾ വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു ആദ്യകാലത്തെ മാഷ് എഴുതിയ രാഷ്ട്രീയ കവിതകളിൽ നിന്ന് പിന്നീട് ഈ കവിതകളുടെ ഒരു പരിണാമ സ്വഭാവത്തെ, രാഷ്ട്രീയ കവിതകളുടെ പരിണാമ സ്വഭാവത്തെ എങ്ങനെയാണ് മാഷ് നോക്കിക്കാണുന്നത്? വാസ്തവത്തിൽ എൻ്റെ കവിതയുടെ വായനക്കാരും നിരൂപകരുമാണ് ആ പരിണാമത്തെ കാണുകയും വിലയിരുത്തുകയും വേണ്ടത്. അങ്ങനെ നിരൂപകർ മറ്റു പല കവികളെയും ചെയ്തിട്ടുള്ളതുപോലെ എന്നെയും തുണ്ടമാക്കി മുറിച്ചിട്ടുണ്ട്. ആദ്യകാല കവിത, ആധുനിക കവിത, പിന്നീടുണ്ടായ വിപ്ലവ കവിത, അല്ലെങ്കിൽ പരിസ്ഥിതി കവിത, ഇങ്ങനെയുള്ള പല ലേബലുകളും എൻ്റെ പുറത്തും ചാർത്തപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവയൊക്കെ കുടഞ്ഞെറിയുകയാണ് ഞാൻ കവിതയിലൂടെ വാസ്തവത്തിൽ നിരന്തരമായി ചെയ്തു പോരുന്നത്. തീർച്ചയായും പരിണാമമുണ്ട്. മനുഷ്യനായതുകൊണ്ട്, ജീവിക്കുന്നത് കൊണ്ട്, സമൂഹം മാറുന്നത് കൊണ്ട്, നാം മാറുന്നത് കൊണ്ട് സ്വാഭാവികമായും കവിതയിൽ പരിണാമമുണ്ട്. അത് ഭാവപരമാണ്, രൂപപരമാണ്, ഘടനാപരമാണ്. പല രീതിയിലുള്ള പരിണാമങ്ങൾക്ക് എനിക്ക് തോന്നുന്നു എല്ലാ കവികളും വിധേയരാകുന്നുണ്ട്. ഇന്ന് അനിൽകുമാർ എഴുതുന്ന കവിത ആയിരിക്കില്ല ഒരുപക്ഷെ 20 വർഷത്തിന് ശേഷം അനിൽകുമാർ എഴുതുന്നത്. തനിക്ക് ആ രീതിയിൽ പറയാവുന്നതെല്ലാം പറഞ്ഞു തീർന്നു എന്ന് തോന്നുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് വിഷയങ്ങളിലേക്കും മറ്റ് അല്ലെങ്കിൽ അവതരണ രീതികളിലേക്കും അനിലിൻ്റെ കവിത മുന്നേറിയെന്ന് വരാം. ഇത് മുന്നേറിയെന്നോ അല്ലെങ്കിൽ പരിണമിച്ചു എന്നോ വരാം. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിണാമങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാ കവികളുടെയും കവിതകളിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഒരു കൽപ്പിത ഐക്യം, ഒരു ഇമാജിൻഡ് യൂണിറ്റി ആണ് കവികളിൽ ആരോപിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട് വേറെ അടുത്ത് എഴുതിയിട്ടുണ്ട്. ഒരു കുമാരനാശാൻ്റെ ശൈലി, വള്ളത്തോളിൻ്റെ ശൈലി, വൈലോപ്പിള്ളിയുടെ ശൈലി, ഇതൊന്നുമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് ഞാനൊരു ലേഖനം തന്നെ എഴുതിയിട്ടുണ്ട്. അവരുടെ പല കവിതകളിൽ നിന്നുള്ള പല ഭാഗങ്ങൾ ഉദ്ധരിക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. ഭൂതപ്പാട്ടിൻ്റെ ശൈലിയല്ല കുറ്റിപ്പുറം പാലത്തിൻ്റെ ശൈലിയുടെ. ശരിയുടെ തന്നെ കവിതയാണ് കുറ്റിപ്പുറം പാലത്തിൻ്റെ ശൈലി, അല്ലെങ്കിൽ പുളിമാവ് വെട്ടി എന്നുള്ള കവിതയുടെ ശൈലി. ഈ ഇടശ്ശേരി തന്നെ ശ്ലോകം എഴുതിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് വൈലോപ്പിള്ളിയെ പറ്റി അല്ലെങ്കിൽ ഒരേ ശൈലിയിൽ എഴുതി എന്ന് പറയപ്പെടുന്ന കടമ്മനിട്ടയുടെ കവിതയിൽ പോലും കവിത നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ദേവിയെ സ്തുതിക്കുന്ന കവിത, അത് വളരെ സംസ്കൃത നിർഭരമായൊരു കവിതയാണ്. അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമാണ് കിരാതവൃത്തം എന്ന കവിത. അതിൽ നിന്നും എത്രയോ വ്യത്യസ്തമാണ് ഖ്യാ എന്ന പേരിലെ ഗുജറാത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ എഴുതിയ കവിത. ഇങ്ങനെ പല തരത്തിൽ പല കാലങ്ങളിൽ കടമ്മനിട്ടയുടെ കവിത, നമ്മൾ ഒരുപോലെ കാണുന്ന കവിത പോലും കാര്യങ്ങളോട് പ്രതികരിക്കുകയും അതിനാവശ്യമായ കാരണം ശൈലി കവികൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലെങ്കിൽ ശൈലി കവികളെ തിരഞ്ഞെടുക്കുന്നത് ആ ആവിഷ്കരിക്കുന്ന ഭാവം, സംഭവം, ആ സന്ദർഭം, ഇതൊക്കെ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ആ സന്ദർഭം ആവശ്യപ്പെടുന്ന ഒരു പ്രത്യേക സമീപനമാണ്. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ, ഇപ്പോൾ സത്യവാങ്മൂലം എന്ന കവിത പദ്യത്തിൽ എഴുതാമോ, വൃത്തത്തിൽ എഴുതാമെന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നാണ് എൻ്റെ ഉത്തരം. അത് അങ്ങനെ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. ഇവനെക്കൂടി എന്ന കവിത ഗദ്യത്തിൽ എഴുതാമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും അത് തന്നെയാണ്. എനിക്കത് ഗദ്യത്തിൽ സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല. അപ്പോൾ അതിനെന്താ പറയുക, ഓർഗാനിക്കാണ്. രൂപം എന്ന് പറയുന്നത് ഒരു ജൈവ രൂപമാണ്, ഒരു ഭാവത്തിൻ്റെ രൂപമാണ്, ഒരു സന്ദർഭത്തിൻ്റെ രൂപമാണ്, ഒരു പ്രമേയത്തിൻ്റെ രൂപമാണ്. ആ അർത്ഥത്തിൽ രൂപവും ഭാവവും തമ്മിലുള്ള സവിശേഷമായ വേർപെടുത്താനാകാത്ത ഒരൈക്യം എല്ലാ കാലത്തും കവിതയിൽ നിലനിന്ന് പോന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ കവിതയിൽ പരിണാമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ചിലപ്പോഴൊക്കെ ചില പുതിയ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു, പുതിയ ഭാവങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിച്ചു, പുതിയ അനുഭവങ്ങൾക്ക് വാക്ക് കണ്ടെത്താൻ ശ്രമിച്ചു. അതുകൊണ്ടാണ് ആ കവിതയിലും ആ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് ഞാൻ പറയും. മാഷ് ഒരുപാട് കവികളെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് മലയാളത്തിന് ഒരുപാട് കവികളെ, വിദേശ കവികളെ, മറ്റ് ഇന്ത്യൻ ഭാഷാ കവികളെ പരിചയപ്പെടുത്തിയത് സച്ചിമാഷായിരിക്കണം അധികവും. ഇപ്പം വിദേശ ഭാഷ, ഇപ്പോൾ വെർണൽ ആസ്പെൻസ്ട്രോം എന്ന് പറയുന്ന ഒരു കവിയെ ഞാൻ സച്ചിമാഷ് വിവർത്തനം ചെയ്തിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സ്റ്റെഫാൻ സോഡർബ്ലോം, ഈവാ സ്ട്രോം, അല്ലെങ്കിൽ ടൊമാസ് ട്രാൻസ്ട്രോമർ, യുജിനിയോ മോന്തല, അങ്ങനെ കുറേ അധികം കവികളെ വിവർത്തനം ചെയ്തെങ്കിൽ മാഷ് പലപ്പോഴും ഈ പാബ്ലോ നെരൂദയുടെ വിവർത്തനങ്ങളിലാണ് മാഷ് തന്നെ പൂർണ്ണമായിട്ട് വ്യാമുഗ്ധനാകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അതെങ്ങനെയാണ് ആ വിവർത്തനത്തെ പറ്റിയുള്ളത്? ഒരുപക്ഷെ നെരൂദയുടെ വിവർത്തനമാണ് എൻ്റെ ഒരു വിവർത്തകൻ എന്ന നിലയിൽ മലയാള ഭാഷയിൽ എൻ്റെ സ്ഥാനമുറപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. അത് അത്ഭുതകരമായൊരു കാര്യമാണ്. കാരണം വളരെ വളരെ
യാദൃച്ഛികമായി നടത്തപ്പെട്ടൊരു വിവർത്തനമായിരുന്നു ആ പാബ്ലോ നെരൂദയുടെ തിരഞ്ഞെടുത്ത കവിതകളുടെ വിവർത്തനം. അടിയന്തരാവസ്ഥ കാലമായിരുന്നു. ഞാൻ ഇരിഞ്ഞാലക്കുടയിലുള്ള ഒരു പഴയ വീട്ടിൽ താമസിക്കുകയായിരുന്നു വാടകയ്ക്ക്. ഒരു ദിവസം പെട്ടെന്ന് സഖാവ് പി ഗോവിന്ദപിള്ള അവിടെ വരുന്നു. അപ്രതീക്ഷിതമായി വരികയും എന്നോട് പറയുകയും ചെയ്യുന്നു, സച്ചി നെരൂദയുടെ കവിതകൾ ഉടൻ പരിഭാഷ ചെയ്യണം, ഞങ്ങളത് ഞങ്ങളെന്ന് പറഞ്ഞാൽ അന്ന് ചിന്ത പബ്ലിക്കേഷൻ തുടങ്ങിയിട്ടില്ല, അതിന് മുമ്പുള്ളൊരു കാലത്താണ്. ഞങ്ങൾക്കത് പ്രസിദ്ധീകരിക്കണമെന്ന് പറയുന്നു. അങ്ങനെ ആ പബ്ലിക്കേഷൻ്റെ പേര് ഞാൻ പറഞ്ഞു ആ കാലത്തെ. അപ്പോൾ ഗ്രന്ഥശാലാ സംഘം, അന്ന് അദ്ദേഹം ഗ്രന്ഥശാലാ സംഘം പ്രസിഡൻ്റാണ്. അപ്പോൾ ഗ്രന്ഥശാലാ സംഘം ഒരു പ്രസിദ്ധീകരണാലയം തുടങ്ങി. അവരാണ് ഈ നെരൂദ കവിതകളുടെ ആദ്യ പതിപ്പ് പ്രസിദ്ധീകരിച്ചത്. പിന്നെ അത് അനേകം പതിപ്പുകളിലൂടെ കടന്നുപോയി. പലതിലും പുതിയ പുതിയ കവിതകൾ ഞാൻ കൂട്ടിച്ചേർത്ത് കൊണ്ടിരുന്നു. എന്നിട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഏതാണ്ട് 21 ദിവസം കൊണ്ടാണ് ഞാൻ ആ മുഴുവൻ പുസ്തകവും പരിഭാഷ ചെയ്യുന്നത്. ഉടൻ വേണം എന്നായിരുന്നു അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അത് ചെയ്തു കൊടുത്തു. അതിന് കരുണാകരൻ്റെ കവറോടുകൂടി വളരെ മനോഹരമായി തന്നെ അത് പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ പ്രസിദ്ധീകരണം തിരുവനന്തപുരത്ത് നടന്ന അതും ഒരു വലിയ സംഭവമായി. കാരണം അത് അടിയന്തരാവസ്ഥ കാലത്താണ് ഈ വിവർത്തനം നടക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും. ആ പ്രസിദ്ധീകരണ യോഗം ഒരുപക്ഷെ ബേബി സഖാവ് ഉണ്ടായിരുന്നു തോന്നുന്നു. ആ യോഗം തന്നെ ഒരു പ്രതിരോധ സമ്മേളനം പോലെയായി. എനിക്ക് ഓർമ്മയുണ്ട്, അയ്യപ്പ പണിക്കരുണ്ടായിരുന്നു. അടഞ്ഞ വായിലൂടെ ഈച്ചകൾ കയറുന്നു എന്നുള്ള നെരൂദയുടെ കവിത അയ്യപ്പ പണിക്കർ വായിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് എല്ലാ വായികളും അടഞ്ഞ കാലമായിരുന്നു, അത് അടിയന്തരാവസ്ഥ കാലം. ആ കാലത്ത് അതുപോലെ ഞാൻ വളരെ രാഷ്ട്രീയമായ പല കവിതകളും വായിച്ചു, ചില കാര്യങ്ങളുടെ വിശദീകരണം മുതലായിട്ടുള്ള കവിതകൾ. അങ്ങനെ അത് മൊത്തത്തിലൊരു പബ്ലിക്കായിട്ടുള്ളൊരു പ്രതിരോധ സമ്മേളനമായി മാറിയതും അതിൻ്റെ കൂടെ ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നെരൂദ കവിതകൾ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ എനിക്ക് എൻ്റെ തന്നെ കവിതയെക്കുറിച്ചുള്ള സങ്കല്പത്തോട് വളരെ അടുത്തു വരുന്നത് കൊണ്ടായിരിക്കണം. കാരണം അത് ബിംബാത്മകമാണ്, ഇമേജുകൾ നിറഞ്ഞ കവിതകളാണ്. സർറിയൽ എന്ന് പറയാവുന്ന ഒരംശം അതിലുണ്ട്, യഥാർത്ഥത്തിന് അല്പം അപ്പുറം നിൽക്കുന്നത് എന്ന് തോന്നിക്കുന്ന ഒരംശം. അത് നെരൂദ സമ്മതിക്കില്ല. കാരണം നെരൂദയോട് ഒരു അഭിമുഖകാരൻ ഒരിക്കൽ ചോദിച്ചു, താങ്കളുടെ കവിതകൾ മുഴുവൻ തന്നെ സർറിയലിസ്റ്റ് കവിതകളാണല്ലോ. അപ്പം നെരൂദ പറഞ്ഞത് ചിലിയുടെ യാഥാർത്ഥ്യം സർറിയലാണ് എന്നാണ്. എനിക്കത് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഇന്നത്തെ ഇന്ത്യയെ കാണുമ്പോഴാണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ യാഥാർത്ഥ്യം മിക്കവാറും സർറിയലാണ്. നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഗാന്ധിയുടെ സ്ഥാനം ഗോഡ്സെ എടുക്കുന്ന ഒരു കാലം, ഒരു പെട്ടെന്ന് നമ്മുടെ ഒപ്പം ജീവിച്ചിരുന്ന ഇസ്ലാമിലോ ക്രിസ്ത്യൻ മതത്തിലോ ഒക്കെ പെട്ട ആളുകൾ അന്യരോ അപരരോ വിദേശികളോ ഒക്കെ ആവുന്ന കാലം. യഥാർത്ഥ ദേശസ്നേഹികളും മനുഷ്യാവകാശ പ്രേമികളുമൊക്കെ ദേശദ്രോഹികളാകുന്ന ഒരു കാലം. അപ്പോൾ അത്തരത്തിൽ അങ്ങേയറ്റം സർറിയൽ, ഓരോ നുണയും ഓരോ ദിവസവും സത്യമാകുക, പുതിയ പുതിയ നുണകൾ ഉണ്ടാകുക, നുണയന്ത്രങ്ങൾ നിരന്തരമായി, നുണമില്ലുകൾ എന്ന് പറയാം, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. ഇത്തരത്തിലൊരു കാലം സർറിയൽ അല്ലെങ്കിൽ പിന്നെ എന്താണ്? അതുകൊണ്ട് ഈ സർറിയൽ എന്ന് പറയുന്നത് വാസ്തവത്തിൽ റിയാലിറ്റിയെ തന്നെ ആവിഷ്കരിക്കാനുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സമ്പ്രദായമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെരൂദയെ സംബന്ധിച്ചും അങ്ങനെയായിരുന്നു. എന്നെപ്പോലുള്ള ചെറിയ കവികളെ സംബന്ധിച്ചും അത് ശരിയാണ്. അത് ഞങ്ങൾ സർറിയൽ ഇമേജുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഏറ്റവും എൻ്റെ അവസാനം പ്രസിദ്ധീകരിച്ച കവിതയിലുണ്ട്, ഈ വീട് എന്നെയും കൊണ്ട് മഴയത്ത് ഇറങ്ങി നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ സർറിയലാണ് ആ ഇമേജ്. പക്ഷെ അത് വളരെ സ്വാഭാവികമായി തന്നെ വരുന്ന ഒരു ഭാവനാ രീതിയാണ്. ചില കാര്യങ്ങൾ പറയുന്നതിന് അനുകൂലമായ, അതിന് ഉചിതമായ ഒരു രീതിയാണ്. അപ്പോൾ ഈ എങ്ങനെയുള്ള അപ്പോൾ നെരൂദയെ പറ്റി പറഞ്ഞു വന്നതാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്, ക്ഷമിക്കണം. അങ്ങനെയാണ് എൻ്റെ ഒരു രീതി. അപ്പോൾ അതിന് പക്ഷേ നെരൂദ എനിക്ക് വല്ലാത്തൊരു അതിനുശേഷം ഞാൻ പരിഭാഷ അപ്പം തുടങ്ങിയതല്ല, സ്കൂളിൽ വെച്ച് തുടങ്ങിയതാണ്. ഞാൻ ഒമർ ഖയ്യാമിൻ്റെ റൂബയ്യാത്ത് 8ാം ക്ലാസ്സിൽ വെച്ചാണ് പരിഭാഷ ചെയ്യുന്നത്. ഇംഗ്ലീഷിൽ നിന്ന് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ ഇംഗ്ലീഷ് വേർഷനിൽ നിന്ന് തർജ്ജമ ചെയ്യുന്നത്. അതിനുശേഷം കോളേജിൽ പഠിക്കുമ്പോൾ ഷെല്ലിയുടെയും കീറ്റ്സിൻ്റെയും ഒക്കെ കവിതകൾ തർജ്ജമ ചെയ്തു. പിന്നീട് ഈ പരിഭാഷ എൻ്റെ കവിതയുടെ കൂടെ തന്നെ നടന്നു എന്ന് പറയും. വലത് കൈയും ഇടത് കൈയും എന്ന പോലെ ഇവ രണ്ടും ഒന്നിച്ച് തന്നെ എല്ലാ കാലത്തും നടന്നു. ഇപ്പോഴും ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2500 പേജ് എങ്കിലും കവിതകൾ ഞാൻ പരിഭാഷ ചെയ്തിട്ടുണ്ട്, ലോകത്തിൻ്റെ വിവിധ ഭാഷകളിൽ നിന്നും ഇന്ത്യൻ ഭാഷകളിൽ നിന്നും ഒക്കെ ആയിട്ട്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് ആദ്യകാലത്ത്, അത് ഞാൻ കുട്ടികളൊക്കെ വേണ്ടി പറയുകയാണ്, എന്നെ സംബന്ധിച്ചൊരു വലിയ പരിശീലനം കൂടിയായിരുന്നു. കാരണം ഈ കവിതാ പരിഭാഷ എന്ന് പറയുന്നത് കവിതയുടെ ഘടന, കവിതയുടെ ശൈലി, കവിതയുടെ ഭാവന, കവിതയുടെ രഹസ്യം
മനസ്സിലാക്കുന്നതിനുള്ള പരിശീലനത്തിൻ്റെ ഒരു വലിയ ഭാഗമാണ്. നമ്മൾ ചിത്രകല പഠിക്കുന്ന കുട്ടികൾ വലിയൊരു ചിത്രകാരൻ അല്ലെങ്കിൽ ചിത്രകാരി ഒരു ക്യാൻവാസിൽ ചിത്രം വരയ്ക്കുന്നത് നോക്കി നിൽക്കും. കൈ എങ്ങനെ നീങ്ങുന്നു, വര എങ്ങോട്ട് പോകുന്നു, നിറങ്ങൾ എങ്ങനെ ചാലിക്കുന്നു എന്നൊക്കെ. അതുപോലെയാണ് പരിഭാഷ. നമ്മൾ അതിനെക്കുറിച്ച് ഗായത്രി സ്പിവാക്ക് ട്രാൻസ്ലേഷനെ പറ്റി പറയുന്നത് ഇൻറ്റിമേറ്റ് റീഡിങ് എന്നാണ്. അടുത്ത് നിന്നുള്ളൊരു വായനയാണ്, അടുത്ത് നിന്നുള്ള ഒരു ഒരു പ്രേമലീല പോലെ ഇൻറ്റിമേറ്റായ ഒരു കാര്യമായിട്ടാണ് ഗായത്രി സ്പിവാക്ക് ട്രാൻസ്ലേഷനെ കാണുന്നത്. എനിക്കും ആ ഒരു അനുഭവമാണ് ഉള്ളത്. ട്രാൻസ്ലേഷൻ ആ രീതിയിൽ നമ്മളെ വളരെ അടുത്ത് നിന്ന് ഒരു കവിയുടെ മനസ്സ്, ഭാവന, സഞ്ചരിക്കുന്ന രീതി, ഉപയോഗിക്കുന്ന ശൈലി പരിണാമം, ഇതൊക്കെ പഠിക്കാൻ നമ്മെ വളരെ സഹായിക്കുന്നു. അത് പിന്നീട് നാം കവിത എഴുതുമ്പോഴും ആ കവിയുടെ കവിതയല്ല, അല്ലെങ്കിൽ അതിൻ്റെ പ്രമേയമോ ഭാവമോ ഒന്നുമല്ല, പക്ഷെ അത് ഭാഷയിലുള്ളൊരു പരിശീലനം എന്ന നിലയ്ക്ക് ഈ കാവ്യപരിഭാഷ എന്നെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ പുതിയ കവികളോടും പറയാറുണ്ട്, നിങ്ങൾ പരിഭാഷ ചെയ്യൂ. അത് നിങ്ങൾ പ്രസിദ്ധീകരിക്കണമെന്നൊന്നുമില്ല, പക്ഷെ അതൊരു നല്ല ട്രെയിനിങ് ആണ്, നല്ലൊരു പരിശീലനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഞാൻ ഇപ്പോഴും എഴുതി തുടങ്ങുന്ന ഒരാളായിട്ടാണ് സ്വയം കരുതുന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പഠിക്കുന്നു, പരിശീലിക്കുന്നു, കവിത പരിഭാഷ ചെയ്യുന്നു. കാരണം കവിതയുടെ മാസ്റ്റർ എന്ന് പറയാവുന്ന ആരുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഓരോ കവിതയിലും നമ്മൾ പുതിയൊരു അനുഭവമാണ് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് മുമ്പ് എഴുതിയ കവിതകളൊന്നും ചിലപ്പോൾ നമ്മളെ സഹായിക്കില്ല ആ കവിത എഴുതാൻ. ആ കവിത പറയാൻ ശ്രമിക്കുന്നത് മറ്റെന്തോ ആണ്. അതുകൊണ്ട് ഓരോ തവണയും ഒഴിഞ്ഞ കടലാസിന് മുന്നിലിരിക്കുമ്പോൾ ഞാൻ ഒരു പുതിയ കവിയാണ്, പുതിയതായിട്ട് ഏറ്റവും എഴുതാൻ തുടങ്ങുന്ന ഒരു കവി മാത്രമാണ്. അത് ആ രീതിയിൽ സ്വയം കരുതണം കവികൾ അല്ലെങ്കിൽ എഴുത്തുകാരെന്നും എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു മാസ്റ്ററാണ്, എനിക്കെല്ലാം അറിയാം, എന്താണ് ഞാൻ എഴുതാൻ പോകുന്നത് എനിക്ക് മുൻകൂട്ടി അറിയാം എന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും കവിക്ക്, എത്ര മുതിർന്ന കവിയായാലും പറയാനും കഴിയുമെന്ന്. അത് ക്രമേണ രൂപം കൊള്ളുകയാണ്. ഒരു ശില്പി കല്ലിൽ നിന്ന് ശില്പമല്ലാത്തതെല്ലാം കൊത്തിക്കളയുന്നത് പോലെ ഭാഷയിൽ നിന്ന് കവിതയല്ലാത്തതെല്ലാം എടുത്തു മാറ്റി കവിതയുടെ ശില്പം പണിയുകയാണ് പലപ്പോഴും കവി ചെയ്യുന്നത്. അത് അയാൾ അല്ലെങ്കിൽ അവൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലൂടെ കവിതയുടെ ചില രഹസ്യങ്ങൾ അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ മൂന്നാം ലിംഗത്തിൽപ്പെട്ട ആർക്ക് തിരിച്ചറിയാൻ കഴിയുകയും ചെയ്യും. മാഷിപ്പം ഈ നിരൂപകൻ കൂടിയാണ്, കവി എന്നതിനപ്പുറം കവിതാ നിരൂപകൻ കൂടിയാണ്. എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഈ ആധുനിക കവികളെ സ്ഥാപിക്കാൻ വേണ്ടിയാണോ മാഷി നിരൂപക വേഷം കെട്ടിയതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ആധുനിക കവികളെക്കുറിച്ച് മുഴുവൻ സച്ചിമാഷ മലയാള കവിതാ പഠനങ്ങൾ നോക്കുമ്പോൾ അതിനകത്ത് കുറേയധികം പഠനങ്ങളുണ്ട്. ഇപ്പം അയ്യപ്പ പണിക്കരായിക്കോട്ടെ, ചെറിയാനായിക്കോട്ടെ, ആറ്റൂരായിക്കോട്ടെ, എല്ലാവരെയും പറ്റി. പിൽക്കാലത്ത് സർവകലാശാല സിലബസുകൾ പോലും ഏറ്റെടുത്തത് അല്ലെങ്കിൽ അവരുടെ സിലബസുകളിൽ ഉൾപ്പെടുത്തിയത് മാഷ് ഒറ്റ കവിതാ പഠനം എന്ന രീതിയിൽ വരെ പ്രസിദ്ധീകരിച്ച ചില കവികളുടെ ചില പ്രത്യേക കവിതകളാണ്. പ്രത്യേകിച്ച് എസ് ഗുപ്തൻ നായരെ പോലെയുള്ളവരുടെ പക്ഷം മുതിർന്ന തലമുറ നിരൂപണത്തിൽ ആധുനിക കവിതയെ മുഴുവൻ റദ്ദ് ചെയ്തുകൊണ്ട് അത് വികലവും വക്രീകരിക്കപ്പെട്ടതും ദുർഗ്രഹവും എന്ന് സ്ഥാപിച്ചുകൊണ്ട് അങ്ങോട്ട് നിൽക്കുമ്പോൾ അവർക്കെതിരെ പോരാടിയൊരു പക്ഷെ ആധുനിക കവിതയെ സ്ഥാപിച്ചെടുത്തൊരു നിരൂപകനെ മാഷിനെ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു സന്ദർഭത്തെ അത് അനിൽ പറഞ്ഞ വളരെ ശരിയാണ്. ഞാൻ ഈ നെരൂദയെ പറ്റി പറഞ്ഞ പോലെ തന്നെ വളരെ യാദൃച്ഛികമായിരുന്നു നിരൂപണത്തിലേക്കുള്ള എൻ്റെ കടന്നുവരവ്. ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഒരു നിരൂപകനോ വിമർശകനോ ആകാൻ. പക്ഷേ ഈ പുതിയ തരത്തിലുള്ളൊരു കവിത ഉണ്ടായി വന്ന ആ സമയത്ത് ഞാൻ എഴുതുന്നു, കടമ്മനിട്ട് എഴുതുന്നു, അയ്യപ്പ പണിക്കർ എഴുതുന്നു, കക്കാട് എഴുതുന്നു, ഒരുപാട് പേര് പുതിയ രീതിയിൽ കവിത എഴുതുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ധാരണ സൃഷ്ടിക്കാൻ ഞങ്ങൾ നിരൂപകർ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ ആരും ചെയ്തില്ല. ഒരുപക്ഷെ ലീലാവതി ടീച്ചർ മാത്രമാണ് അനുഭാവത്തോടുകൂടി പുതിയ കവിതയെ കണ്ടത്. മറ്റെല്ലാ നിരൂപകരും ഇത് കവിതയല്ല, പല രീതിയിൽ അത് വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തത്. അപ്പം ഞങ്ങൾക്ക് തന്നെ ഈ നിരൂപണ ദൗത്യം കൂടി ഏറ്റെടുക്കേണ്ടി വന്നു. ഞാൻ മാത്രമല്ല ചെയ്തിട്ടുള്ളത്, അയ്യപ്പ പണിക്കരുടെ പല ലേഖനങ്ങളും ഉണ്ട്. കക്കാട് ആ കാലത്ത് എഴുതിയ നവീന കവിതയെക്കുറിച്ചുള്ള ലേഖനങ്ങളുണ്ട്. അങ്ങനെ ഞങ്ങൾ കവികളായ ആളുകൾക്ക് തന്നെ ഈ വിമർശന ദൗത്യം കൂടി ഏറ്റെടുക്കേണ്ടി വന്നു. ഒരു പുതിയ കവിത, അതിൻ്റെ സിദ്ധാന്തം, അതിൻ്റെ രൂപ സവിശേഷതകൾ, ഇതിനെക്കുറിച്ചൊക്കെ പറയേണ്ടി വന്നു. അതിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ പിറകിലുണ്ടായിരുന്ന വിഭജനകാലം മുതലുണ്ടായിട്ടുള്ള നൈരാശ്യത്തിൻ്റെ ഒരു അന്തരീക്ഷം, ഇതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കെല്ലാം എഴുതേണ്ടി വന്നു എന്നതാണ് സത്യം. അങ്ങനെ തീരെ പ്രതീക്ഷിക്കാതെ ഞാനൊരു നിരൂപകനായി, തീരെ പ്രതീക്ഷിക്കാതെ ഒരു വിവർത്തകനായി, തീരെ പ്രതീക്ഷിക്കാതെ ഒരു കവിയായി ആദ്യം, അതിനുശേഷം തീരെ പ്രതീക്ഷിക്കാതെ വിവർത്തനായി, തീരെ പ്രതീക്ഷിക്കാതെ നിരൂപകനായി, ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കഥാകൃത്തായി, ഒട്ടും ആലോചിക്കാതെ ഒരു നാടകകൃത്തായി. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പരിണാമം. ഇതൊന്നും കൽപ്പിച്ചു കൂട്ടിച്ച് എഴുതല്ല. എന്നോട് ഇപ്പോൾ നടനായി പ്രസിദ്ധനായ
പ്രസിദ്ധനോ ചിലപ്പോഴൊക്കെ കുപ്രസിദ്ധനുമാണെന്ന് തോന്നുന്നു, ജോയ് മാത്യു എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ആ കാലത്ത് ഈ സെക്യുലർ ഫോറം എന്ന് പറഞ്ഞൊരു സംഘടന ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ബേബിക്കൊക്കെ ചിലപ്പോൾ അത് ഓർമ്മയുണ്ടാവും. സെക്യുലർ ഫോറം, കാരണം ഈ വർഗീയതയുടെ വരവ് വളരെ മുൻകൂട്ടി തന്നെ കണ്ട ഞങ്ങൾ കുറച്ച് അത് ഒരു അവകാശവാദമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ നവഹൈന്ദവവാദത്തെ പറ്റിയുള്ള എൻ്റെ ആദ്യത്തെ ലേഖനം 1981 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരുന്നത്. 81 2014 എത്രയോ വർഷം മുമ്പ്. അപ്പോൾ അങ്ങനെ ഈ വർഗീയതയുടെ വരവ് തിരിച്ചറിഞ്ഞ് ഞങ്ങൾ കുറേ പേർ ചേർന്ന്, ടി കെ രാമേന്ദ്രൻ ഉണ്ടായിരുന്നു, NS മാധവൻ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു, ചിന്തരവി എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ ഉണ്ടായിരുന്നു. ഒരു സെക്യുലർ ഫോറം ഉണ്ടാക്കി ഇതിനെ ഫൈറ്റ് ചെയ്യാൻ, ഈ വർഗീയത, ഉയരുന്ന വർഗീയതയ്ക്ക് എതിരായിട്ട്. അപ്പോൾ അതിനു വേണ്ടി ഒരു നാടകം വേണം. അപ്പോൾ അത് മാഷ് എഴുതണം എന്ന് നിർദ്ദേശിക്കാൻ കൂടിയിരിക്കുമ്പോൾ, മാഷ് എഴുതണം എന്ന് പറയുന്നത് ജോയി ആയിരുന്നു. ജോയി ഒരു ആ കാലത്ത് അന്ന് തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു നാടക നടനായിരുന്നു. നല്ലൊരു നടനാണ് അദ്ദേഹം, സംശയമില്ല. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് ചിലപ്പോഴൊക്കെ വിയോജിക്കേണ്ടി വരുമെങ്കിലും അദ്ദേഹം നല്ലൊരു നടനാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നാടകം മാഷ് എഴുതണം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യും, അങ്ങനെയാണെങ്കിൽ വിഭജനത്തിൻ്റെ കാലത്തെ ഗാന്ധി ആയിരിക്കും അത്തരം ഒരു നാടകത്തിന് പറ്റിയ ഏറ്റവും നല്ല വിഷയം. കാരണം ഈ വർഗീയത അതിൻ്റെ ക്ലൈമാക്സിൽ, അതിൻ്റെ മൂർച്ചയിലെത്തുന്നത് ഈ വിഭജനത്തിൻ്റെ കാലത്താണ്. ഗാന്ധി കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഗാന്ധിയുടെ അവസാന ദിവസങ്ങൾ മാത്രമാണ് ഞാൻ അതിലെഴുതുന്നത്. അതിനുവേണ്ടി ഒരുപാട് പഠിച്ചു. ഗാന്ധിയുടെ ജീവിതത്തെ പറ്റി എഴുതപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഗാന്ധിയുടെ തന്നെ എഴുതിയ കാര്യങ്ങൾ പഠിച്ചു. അവിടെ സാബർമതി ആശ്രമത്തിൽ പോയി, ഇതൊക്കെ ചെയ്ത ശേഷമാണ് ഞാൻ നാടകം എഴുതുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഗാന്ധി എന്നുള്ള നാടകം എഴുതാനും വന്നത്. അതിനു മുമ്പ് ശക്തൻ തമ്പുരാൻ മുതലായിട്ടുള്ള ചില അഡാപ്റ്റേഷൻസും ഒക്കെ ആയിട്ട് 2-3 ചെറിയ നാടകങ്ങൾ അതിനു മുമ്പും എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ യാദൃച്ഛികമായി പല പല വഴികളിൽ സഞ്ചരിക്കേണ്ടി വന്ന, ഒരു പക്ഷേ നമ്മെ എല്ലാവരെയും പോലെ ഒരു ആളാണ് ഞാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴേ ഏറ്റവും പുതിയ കവികൾ ഈ അവതരണ കവിതയിൽ ഏറ്റവും അധികം ശ്രദ്ധ ഊന്നുന്നുണ്ട്. പക്ഷെ ആധുനികരിൽ അങ്ങനെ അയ്യപ്പണിക്കരുടെ ഇപ്പോൾ ചില കവിതകൾക്ക് ചൊൽക്കാഴ്ചകൾ ഉണ്ടാകുന്നു. മറ്റു ചില കവിതകൾ ഇപ്പം ഡി വിനേന്ദ്രനെ പോലെയുള്ള ഒരാളുടെ കവിത അവതരണം തന്നെ സ്വമേധയ ഒരു പെർഫോമൻസായി മാറുന്നു. അതിനപ്പുറത്തേക്ക് എന്തിനാണ് ഈ പെർഫോമൻസിൻ്റെ ഒരു 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 രീതിയിലേക്ക് ആധുനികർ അധികം ശ്രദ്ധ വെക്കാതെ പോയതെന്നുള്ള, അല്ലെങ്കിൽ മാഷിൻ്റെ തലമുറയിൽ കവികൾ അധികം ശ്രദ്ധ വെക്കാതെ പോയെന്നുള്ളൊരു സംശയം എനിക്ക്. അതിൽ കുറച്ചൊരു തെറ്റിദ്ധാരണയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പെർഫോമൻസ്, ഒന്ന് കടമ്മനിട്ടയും ഒരു ആധുനിക കവിയായിട്ട് തന്നെയാണെന്ന് അറിയപ്പെട്ടത്. കടമ്മനിട്ടയുടെ കവിതകൾ മിക്കവാറും ചൊൽക്കവിതകൾ തന്നെയായിരുന്നു, ചൊല്ലുകയാണ് കടമ്മനിട്ടയുടെ ഒരു രീതിയായിരുന്നത്. രണ്ടാമത്, അക്കാലത്ത് കേരള കവിത എന്ന പേരിലുള്ള ഒരു ത്രൈമാസികം ഉണ്ടായിരുന്നു, പുതിയ കവിതയുടെ ഒരു മുഖപത്രം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഈ കേരള കവിതയുടെ പ്രകാശന വേദികൾ കവിയരങ്ങിൻ്റെ വേദികളായിരുന്നു. അപ്പം അവിടെ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മേക്കപ്പ് ഇട്ട് കവിത അവതരിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം. അത് ആലപ്പുഴയിലുണ്ടായിട്ട് ഓരോ നഗരത്തിൽ വെച്ചാണ്, മദ്രാസിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ പല നഗരങ്ങളിലും വെച്ചാണ് അതിൻ്റെ അവതരണം ഉണ്ടാവുക. അപ്പോൾ പല രീതികളിൽ അതുപോലെ KV ശങ്കരപ്പിള്ള ഒരു മാസ്ക് വെച്ചുകൊണ്ട്, ഒരു ആഫ്രിക്കൻ മാസ്ക് വെച്ചുകൊണ്ട് ആഫ്രിക്കൻ കവിതകൾ ചൊല്ലുന്ന തലശ്ശേരിയിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അവിടെ തന്നെയാണ് പല വേഷങ്ങളിൽ വന്നുകൊണ്ട് ഒരു സഞ്ചിയൊക്കെ തൂക്കിയിട്ട് അയ്യപ്പ പണിക്കരുടെ ചൊറി എന്നുള്ള കവിത ചൊല്ലുന്നത്, പണിക്കർ തന്നെ ചൊല്ലുന്നത്. അതുപോലെ ആലപ്പുഴയിൽ അരവിന്ദൻ സംവിധാനം ചെയ്തൊരു കവിയരങ്ങുണ്ടായിരുന്നു, നമ്മുടെ സിനിമാ സംവിധായകൻ അരവിന്ദൻ. അതിൽ കുഞ്ഞുണ്ണി മാഷ്ടർ ഒരു കവിതയുണ്ട്, എനിക്ക് പൊക്കം കുറവാണ് എന്നെ പൊക്കാതിരിക്കുവിൻ. ആ കവിത അരവിന്ദൻ പറഞ്ഞത് പൊക്കത്തിലുള്ളൊരു സ്റ്റൂൾ ഇട്ടു, ഈ സ്റ്റേജിൽ ഏതാണ്ട് റൂഫിൽ മുട്ടുന്ന പോലുള്ള ഒരു സ്റ്റൂള്, അതിൻ്റെ മുകളിൽ കുഞ്ഞുണ്ണി മാഷ്ക്ക് കയറാൻ വളരെ വിഷമായിരുന്നു. കോണിയൊക്കെ വെച്ച് മാഷ് അതിൻ്റെ മുകളിൽ കയറ്റിയിരുന്ന് അവിടെ നിന്നാണ് ചൊല്ലുന്നത്, എനിക്ക് പൊക്കാൻ കുറവാണ് എന്നെ പൊക്കാതിരിക്കുവിൻ. അപ്പോൾ ആ കാലത്ത് ആ തരത്തിൽ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നടന്നിട്ടുണ്ട്, വേഷമിട്ടിട്ടും പലതരത്തിൽ. ബാക്കി ഈ അരവിന്ദൻ്റെ ഈ കവിയരംഗം പ്രത്യേകം ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ എല്ലാ കവികളോടും അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു, ഓരോ കവിതയും സംവിധാനം ചെയ്തിട്ട് ഈ രീതിയിൽ ചൊല്ലണം, ഇവിടെ നിർത്തണം, ഇവിടെ മുറിക്കണം, ഇവിടെ പോസ് ചെയ്യണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ചെയ്തിരുന്നത്. അപ്പോൾ കവിത പോയിട്രി ആസ് പെർഫോമൻസ് എന്നുള്ള രീതിയിലുള്ള കവിത എന്നുള്ള സങ്കല്പം അപ്പോൾ തന്നെ വാസ്തവത്തിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അത് പിന്നീട് തീർച്ചയായിട്ടും കൂടുതൽ വളർന്നിട്ടുണ്ട്, പുതിയ രൂപങ്ങളിലേക്ക് വളർന്നിട്ടുണ്ട്. പുതിയ പല കവികളും പെർഫോം ചെയ്യുന്ന കവികളാണ്. പെർഫോമൻസിന് വേണ്ടി എഴുതുന്ന കവിതകൾ എനിക്ക് വലിയ വിശ്വാസമില്ല, പക്ഷേ എഴുതി കഴിഞ്ഞ് പെർഫോം ചെയ്യുന്ന കവിതകൾ ഒരിക്കൽ ഞാൻ ഓർമ്മക്കുന്നു. ഇതുപോലെ ONV കുറുപ്പ് ഞാനും കൂടി ഇരിക്കുകയാണ്. ഒരു വെയിൽസിലൊരു കൂട്ടർ നടത്തിയിരുന്ന ഒരു 2 കൊല്ലം നടത്തിയ ഹേ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത്.
അപ്പോൾ ONV ഞാൻ ചോദിച്ചു, ഈ അങ്ങ് കവിത എഴുതുന്നുണ്ട്, ചലച്ചിത്ര ഗാനം എഴുതുന്നുണ്ട്, അപ്പോൾ ചലച്ചിത്ര ഗാനത്തെ കവിതയുടെ ഏത് ഗണത്തിൽപ്പെടുത്തും? അപ്പോൾ അദ്ദേഹം ഏതാണ്ട് ഇതുപോലെയാണ് പറഞ്ഞത്, അത് പെർഫോം ചെയ്യാനുള്ള പോയട്രിയാണ്, പാടാനുള്ള കവിതയാണ് ചലച്ചിത്ര ഗാനം എന്ന് പറഞ്ഞു. അപ്പോൾ പെർഫോമൻസിൻ്റെ ഒരു ഘടകം പെർഫോം ചെയ്യപ്പെടാത്ത കവിതകളിൽ പോലും ഉണ്ട്. പക്ഷെ അത് കവികൾക്ക് തന്നെ പലപ്പോഴും കണ്ടെത്താൻ പറ്റില്ല. അതിന് ചിലപ്പോഴൊക്കെ വേറെ സംഘങ്ങൾ തന്നെ വേണ്ടി വരും. എനിക്ക് ഓർമ്മയുണ്ട്, കൽക്കത്തയിൽ മാത്രമല്ല ബംഗാളിൽ ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട്. ആവൃത്തി ലോകെ എന്ന് പറഞ്ഞൊരു സംഘം ഉണ്ടായിരുന്നു. ശക്തി ചതോപാധ്യായ എന്നുള്ള കവിയായിരുന്നു അതിൽ നേതാവ്. അപ്പോൾ അവർ ചെയ്തിരുന്നത് അവരുടെ കവിതകളല്ല, മറ്റുള്ള വലിയ ബംഗാളി കവികളുടെ, ടാഗോർ മുതൽ ഇങ്ങോട്ടുള്ള കവികളുടെ കവിതകൾ അവർ ചൊല്ലും. ഒരു പ്രത്യേക രീതിയിൽ അഭിനയം ഉൾപ്പെടെയുള്ള ചേഷ്ടയുണ്ടാവും, മുഖഭാവങ്ങളുണ്ടാവും, ടോണൽ വേരിയേഷൻസ്, ശബ്ദവ്യത്യാസങ്ങളുണ്ടാവും. അതിലൂടെയൊക്കെ ഇവരുടെയൊക്കെ കവിതകൾ അവതരിപ്പിക്കുന്ന, അവരിങ്ങനെ ഓരോ സ്ഥലത്ത് പോയി ഈ കവിതകൾ അവതരിപ്പിക്കുന്ന ഒരു സംഘമായിരുന്നു അത്. അപ്പോൾ ആ തരത്തിലുള്ള പെർഫോമൻസിൻ്റെ ഒരു എലമെൻ്റ് കവിതയിലുണ്ട് എപ്പോഴും. അത് കണ്ടെത്താനും അവതരിപ്പിക്കാനും ചിലപ്പോൾ കവികളേക്കാൾ കൂടുതൽ നന്നായി കഴിയുക മറ്റുള്ളവർക്കായിരിക്കും. അവർ ചിലപ്പോൾ കവികളാവണം പോലുമില്ല, ചിലപ്പോൾ നാടക നടന്മാരോ ചലച്ചിത്ര നടന്മാരോ നടികളോ ഒക്കെ ആയിരിക്കാം. അവർക്കായിരിക്കാം അത് കൂടുതൽ നന്നായിട്ട് അവതരിപ്പിക്കാൻ കഴിയുക. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു വയലോപ്പള്ളിയും കുഞ്ഞിരാമൻ നായരും ഒക്കെ കവിത ചൊല്ലുന്നതായിട്ട് നമ്മൾ ഓടിപ്പോകുമായിരുന്നു. ഗംഭീരങ്ങളായ കവിതകൾ ഓർക്കണം, പക്ഷേ വളരെ മോശമായിട്ടാണ് അവർ ചൊല്ലാറുള്ളത്. ആ കവിതകളൊക്കെ പക്ഷേ പിന്നീട് ഇപ്പോൾ പൂതപ്പാട്ടൊക്കെ മറ്റുള്ളവരെ ഏറ്റെടുത്ത് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ, അദ്ദേഹത്തിൻ്റെ പേര് സാഹിത്യ പരിഷത്തിലൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹം എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ വീട്ടിൽ ഡൽഹിയിൽ വന്നിട്ട് ചൊല്ലുന്നത്. അങ്ങനെ പിന്നീട് പൂതപ്പാട്ടൊക്കെ മനോഹരമായിട്ട് ചൊല്ലാൻ തുടങ്ങി. അതോടുകൂടിയാണ് പൂതപ്പാട്ട് അങ്ങനെ പടർന്ന് പിടിച്ചത്. അതുപോലെ അപ്പോൾ പലതും സാധ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, എൻ്റെ തന്നെ പല കവിതകളും ചിലർ പാടിയിട്ടുണ്ട്, ചിലർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോഴിപ്പങ്ക് എന്നുള്ള കവിത അടുത്ത കാലത്ത് പോലും പുതിയൊരു സംഘം പെർഫോം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ മീര പാടുന്നു എന്നുള്ള കവിത ജി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള ആളുകൾ പാടിയിട്ടുണ്ട്. അപ്പോൾ പല രീതിയിൽ ഇതെല്ലാം ഉണ്ട്. ആ കവിതയിൽ അഭിനയമുണ്ട്, കവിതയിൽ ചേഷ്ടകളുണ്ട്, ജസ്റ്റേഴ്സ് ഉണ്ട്, കവിതയിൽ ഭാവങ്ങളുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനും അതിന് പറ്റിയ രീതിയിൽ അവതരിപ്പിക്കാനുമുള്ള കഴിവ് ഒരുപക്ഷെ ഒരു നടനോ നടിക്കോ ആയിരിക്കാം കവിയേക്കാൾ കൂടുതലായിട്ടുണ്ടാവുക. അപൂർവമായിട്ട് അനിലിൻ്റെ കാര്യത്തിൽ എന്ന പോലെ, അല്ലെങ്കിൽ മുമ്പ് കടമ്മനിട്ടയുടെയൊക്കെ കാലത്തിൽ എന്ന പോലെ അവതരിപ്പിക്കാൻ ഉള്ള കഴിവും കവിത എഴുതാനുള്ള സിദ്ധിയും ഒന്നിച്ച് ഒരാളിൽ തന്നെ ഉണ്ടായി എന്നും വരാം. ഞാൻ ഈ കർഷക സമരകാലത്ത് എഴുതിയ ഒരു കവിതയാണത്. ഡൽഹിയിൽ, ആ സമയത്ത് ഞാൻ ഡൽഹിയിലായിരുന്നു. എൻ്റെ അടുത്ത് തന്നെയായിരുന്നു ഈ സമരം നടന്നുകൊണ്ടിരുന്നത്. ഞാൻ അവിടെ പോവുകയും കർഷകരെ എൻ്റെ ഹിന്ദിയിൽ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ഉണ്ടായി. ആ കാലത്ത് എഴുതിയ കവിതകളാണ്. മഹാരാഷ്ട്രയിൽ നിന്നാണ് ആ കർഷക പ്രതിഷേധം തുടങ്ങുന്നത്. അതിൻ്റെ തുടക്കകാലത്ത് എഴുതിയ ഒരു കവിതയാണ് കാലുകൾ. മഹാരാഷ്ട്രയിലെ കർഷക ജാഗ്രതയ്ക്ക് നമോവാകം എന്നൊരു ഉപശീർഷകവും അതിനുണ്ട്. അത് വൃത്തത്തിലുള്ള കവിതയാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ നല്ലൊരു കവിതാ ചൊല്ലലുകാരനല്ല, ഞാൻ അത് വായിക്കുകയാണ് ചെയ്യുന്നത്. കാലുകൾ വയൽച്ചേറിൻ കറച്ചൂരണിഞ്ഞേറെയോടി വറ്റിയ ചാൽപോൽ കറുത്തു മെലിഞ്ഞവ, ഞാറുകൾ നടും നേരം കാറ്റിനോടൊപ്പം പാട്ടുപാടിയ, കതിർകാൺകെ ചാഞ്ഞിടുമിലയ്ക്കൊപ്പം ആടിയ, വിളയെല്ലാം ചൂടിനാൽ കരിയുമ്പോൾ നീരവം മരവിച്ചു പോകയാൽ തണുത്തവ, കാലിമേച്ചിട്ടും ഒടിയണിഞ്ഞ കുസൃതിയാ മോമനക്കുഞ്ഞുങ്ങൾ തൻ പിന്നാലെ കിതച്ചോടി വീണിട്ടും, തണ്ണീർ തേടി നിത്യവും പല കാതം പോയിട്ടും, വിറകിനായി കാടാകയലഞ്ഞിട്ടും, രോഗിയായൊരു വീട്ടുകാരന് മരുന്നുകൾ തേടുവാൻ മലകേറി വേരുകൾ ചികഞ്ഞിട്ടും, ചാണകവറളികൾ ഉണക്കാൻ നട്ടുച്ചയ്ക്ക് കൂനി നിന്നിട്ടും, കറ്റ ചവിട്ടി മരിച്ചിട്ടും, ഏറമുള്ളുകൾ കൊണ്ട് ചോര വാർന്നിട്ടും, വിണ്ടുകീറിയ മുരിക്കുപോൽ ചിരങ്ങു പിടിച്ചുള്ള കാലുകൾ, പഴംതുണിച്ചെരിപ്പാൽ തയമ്പുകൾ മൂടുവാൻ കിണഞ്ഞിട്ടും, നഗരത്തെരുവിൻ്റെ ടാറിൽ വീഴുകയാൽ പൊള്ളിപ്പോളച്ച പാദങ്ങളാൽ, നീറുന്ന കുഴിനഖം കുത്തിയ വിരലുകളാൽ ഭൂമിയിൽ രോഷത്തിൻ്റെ ശോണമുദ്രകൾ പതിച്ച് ആരെയും കൂസാതവ പോകുന്നു. സൂര്യൻ പോലും പേടിയാൽ മങ്ങിപ്പോകെ, മഴയായി അഴൽ പെയ്കെ,
പോകുന്നു കടൽ തിരക്കോളുപോൽ, രക്താപമാം പൂവുകൾ വിടർത്തിയ കാടുപോൽ, ഗ്രാമങ്ങൾക്ക് കാലുകൾ മുളച്ച പോൽ, ഭൂകമ്പ തരംഗം പോൽ. നിങ്ങൾക്ക് കറിക്കുപ്പിനായി കടലാണ്ടോർ, നിങ്ങൾക്ക് ഫലമേകാൻ തങ്ങളെ പഴുപ്പിച്ചോർ, നിങ്ങൾക്ക് പാലാകുവാൻ ചോരയെ വെളുപ്പിച്ചോർ, നിണത്തിൻ തേനാൽ മരുവിരുമ്പും കടലാക്കി, പിണത്താൽ വയലിന് വളമിട്ട് ഉയിർപ്പിച്ചോർ, നിങ്ങൾക്ക് മാംസം നൽകാൻ വെന്തവർ കൊടുംതീയിൽ, നിങ്ങൾക്ക് വസ്ത്രം നെയ്യാൻ നാടികൾ നൂലാക്കിയോർ, നിങ്ങൾക്ക് ചെരിപ്പിടാൻ തോൾ സ്വയമുരിഞ്ഞവർ, പോവുക ആ കാൽക്കൽ വീണു മാപ്പു ചോദിക്കൂ, വേര് താരാട്ട് കിണർ വയൽ മറന്ന കൃതഘ്നതേ. പോവുക ആ കാൽക്കൽ വീണു മാപ്പു ചോദിക്കൂ, വേര് താരാട്ട് കിണർ വയൽ മറന്ന കൃതഘ്നരേ. പോവുക, പ്രാർത്ഥിക്കുക, കാട്ടുതീ പടരുന്ന നാളെയിൽ നിന്നും കാക്കാൻ മക്കളെ സ്വയം മാറാൻ. പോവുക, പ്രാർത്ഥിക്കുക, കാട്ടുതീ പടരുന്ന നാളെയിൽ നിന്നും കാക്കാൻ മക്കളെ സ്വയം മാറാൻ പ്രാർത്ഥിക്കുക. കവിതയെപ്പറ്റി തന്നെയുള്ളൊരു കവിതയാണ് ഗോത്രം. മെക്സിക്കോവിലെ ആസ്തെക് ഗോത്രക്കാർ പൂമ്പാറ്റകൾ മരിച്ചവരുടെ ആത്മാക്കളാണെന്ന് വിശ്വസിക്കുന്നു. യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ട യുവാക്കൾ മുതൽ പ്രസവത്തിൽ മരിച്ച അമ്മമാർ വരെ. എൻ്റെ ഗോത്രക്കാർ കരുതുന്നത് രാഷ്ട്രങ്ങളുടെ അതിർത്തികൾ വരച്ചിരിക്കുന്നത് അതിർത്തി യുദ്ധങ്ങളിൽ ചാവേറുകളായവരുടെ ചോരയും അവരുടെ അമ്മമാരുടെ കണ്ണീരും കൊണ്ടാണ് എന്നാണ്. ദൈവത്തിന് ജാതിയോ മതമോ വർണ്ണമോ വംശമോ ലിംഗമോ ഇല്ല എന്നും. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി ആകാശമാണ്. അവിടെ രാജാക്കളോ പ്രജകളോ ഇല്ല. എല്ലാവർക്കും എല്ലാ ഭാഷയും അറിയാം. കാക്കകൾ മലയാളം പറയും പോലെ തന്നെ മരംകൊത്തികൾ സ്പാനിഷും പറയും. ഇവിടെ ആർക്കും ആരെയും അന്യോന്യ സമ്മതത്തോടെ പ്രണയിക്കാം. പുല്ലിന് പുഴുവിനെ, കുരുവിക്ക് നിലാവിനെ, ഗന്ധർവന് മനുഷ്യനെ, ഓർമ്മയ്ക്ക് സ്വപ്നത്തെ. എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു പൂച്ചകൾക്കും മനുഷ്യർക്കും വാൽനക്ഷത്രങ്ങൾക്കുമായി. ഭൂതം വർത്തമാനം ഭാവി ഇവ തമ്മിൽ ഒരു വിഭജനവുമില്ല. വ്യാകരണം അവയ്ക്ക് കാവൽ നിൽക്കുന്നില്ല. ഞങ്ങളിൽ ഒരാൾ മരിച്ചാൽ ചടങ്ങ് ലളിതമാണ്. പകരം മറ്റൊരാൾ ഗോത്രത്തിൽ പിറക്കും വരെ ഞങ്ങൾ ഇല പൊഴിച്ചുകൊണ്ടിരിക്കും. പിന്നെ പെട്ടെന്ന് ഒരു മണി പോലും അടിക്കാതെ വസന്തം വരും. ഞങ്ങൾ ഭൂമിയുടെ ഏറ്റവും പഴയ ഗോത്രമാണ്, ഏറ്റവും ചെറിയതും. ഒരു തത്തയുടെ ചിറകിലുള്ള അക്ഷരമാണ് ഞങ്ങളുടെ ഗോത്രചിഹ്നം. തത്തകളും അക്ഷരങ്ങളും നിലനിൽക്കുവോളം ഞങ്ങളും ഉണ്ടാകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. 5 പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിൽ ഒരാളായി ഞങ്ങളിൽ ഒരാളുണ്ടാവും. 5 പേർ ഒന്നിച്ചുകൂടി ചിരിക്കുന്നിടത്തെല്ലാം അവരിൽ ഒരാളായി ഞങ്ങളിൽ ഒരാൾ ഉണ്ടാവും. ഒരാൾ ഒറ്റയ്ക്ക് കരയുന്നിടത്തും